സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു ഹെൽത്ത് വൈസ് 3 കാർഡ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർക്ക് ലൈഫ് സ്റ്റൈലിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ്. ദ സ്റ്റാർ എന്നുള്ള കാർഡാണ്. ആ കാർഡ് മേജർ ആർക്കാന കാർഡാണ്. ആ കാർഡ് തന്നെ പ്രതീക്ഷയുടെ കാർഡാണ്. രോഗശമനത്തിൻ്റെ, രോഗശാന്തിയുടെ, പുതിയ പ്രതീക്ഷയുടെ, പുനർജന്മം എന്നൊക്കെ പറയുന്ന കാർഡാണ്. പക്ഷേ ആ കാർഡിൽ നമ്മൾ എന്താണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റം കൊണ്ടുവരേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ത്രീ ഒരു പോണ്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അവിടെ ചെടികൾക്ക് ജലസേചനം ചെയ്യാണ്, നനയ്ക്കുകയാണ്. അവർ കൃഷി, ഗാർഡനിങ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരേണ്ട മാറ്റം എന്താ? പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുക. ഒരു മോർണിംഗ് വാക്ക്, തുറന്ന സ്ഥലത്തുള്ള മെഡിറ്റേഷൻ, യോഗ മുതലായവയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽത്തിൽ മാറ്റം വരും. ആ മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടതെന്നാണ് ദ സ്റ്റാർ എന്നുള്ള മേജർ ആർക്കാന കാർഡ് പറയുന്നത്. അടുത്ത കാർഡ് മേജർ ആർക്കാന കാർഡാണ്. ദ എംപ്രസ് എന്നുള്ള കാർഡാണ്. നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കാർഡാണ്. പിന്നിലെ കാടാണ്, മുന്നിലെ പാടങ്ങളാണ്, സൈഡിൽ കൂടെ ഒരു നദി ഒഴുകുന്നതൊക്കെയാണ്. അതും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കാർഡാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രകൃതി ചികിത്സയാണ് നല്ലതെന്നാണ് ഈ കാർഡ് പറയണത്. മാത്രമല്ല കൂടുതൽ ക്ഷേമം ഉണ്ടാവുക പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന് പോകുമ്പോഴാണ്. അതാണ് രണ്ടാമത്തെ കാർഡ്, ദ എംപ്രസ് എന്നുള്ള കാർഡ്. അത് മേജർ ആർക്കാന കാർഡ്. മൂന്നാമത്തെ കാർഡ് എന്ത് ഹീലിംഗ് പ്രോസസ്സാണ് വേണ്ടത് നോക്കുമ്പോൾ ഇവിടെ രണ്ടാമത്തെ കാർഡിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കൂടി ഉൾക്കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദ എംപ്രസ് എന്നുള്ള കാർഡ് നിങ്ങളിലുള്ള ക്രിയേറ്റിവിറ്റിയെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട്. അതിപ്പോൾ ഗാർഡനിങ്ങൊക്കെ ആണെങ്കിൽ നന്നായി പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. മൂന്നാമത്തെ കാർഡ് എന്ത് ഹീലിംഗ് പ്രോസസ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതും ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസാണ് വന്നേക്കണം. അതും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ ഇരിക്കുന്ന ക്യൂൻ എന്നുള്ള ആ ലേഡി, അവർക്ക് ഗാർഡനിങ്ങും കൃഷിയൊക്കെ വളരെ താല്പര്യമുള്ള ഒരു ലേഡിയാണ്. ബിസിനസ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ്, ജനറസാണ്, പ്രാക്ടിക്കലാണ്. അപ്പോൾ അവിടെയും പറയണത് നിങ്ങൾക്ക് ഈ ഒരു കൃഷിയോ ഗാർഡനിങ് അതിലൂടെ നിങ്ങൾക്ക് സമൃദ്ധിയും ഉണ്ടാവണമെന്നുള്ളതാണ്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് സമൃദ്ധിയുടെ കാർഡാണ്. സമൃദ്ധിയും ഇതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. അതേസമയം മാനസിക സമ്മർദ്ദവും കുറയും, നിങ്ങൾക്ക് ആരോഗ്യവും ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിൽ പറയണത്. അതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് റെസനേറ്റ് ചെയ്യണവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.